ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പകലും തിരുവചനത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. യോശുവ 1-ാം അധ്യായം 1 മുതൽ 3 വരെ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശെ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ നിന്ന് ഈ പ്രഭാതത്തിന് വേണ്ട നന്മകൾ പ്രാപിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പുറപ്പാടിന് മുൻപിൽ നിന്ന മോശയുടെ മരണാനന്തരം അടുത്ത നേതാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ഈ രാവിലെ നാം വായിച്ചത്. യോശുവയോട് ദൈവം ആലോചന പറയുകയാണ്. യോശുവയോട് ദൈവം സംസാരിക്കുകയാണ്. ആമേൻ. എൻ്റെ ദാസനായ മോശെ മരിച്ചു. പ്രിയരെ, പലപ്പോഴും വ്യത്യസ്തമായ നിലകളിൽ ദൈവം നമ്മോട് ഇടപെടാറുണ്ട്, ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിലൂടെ, പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രവചനങ്ങളിലൂടെ, ചില വെളിപ്പാടുകളിലൂടെയൊക്കെ ആഴമായി ദൈവം നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദം കേൾക്കേണ്ടതിന് ദൈവം നമ്മുടെ കാതുകളെ തുറക്കുന്ന മണിക്കൂറുകളായി തീരട്ടെ. എന്താ ദൈവം യോശുവയോട് സംസാരിച്ചത്? എൻ്റെ ദാസനായ മോശെ മരിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുന്നത്, മോശ മരിച്ചതോടുകൂടി, മോശ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതോടുകൂടി ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും അസ്തമിച്ചു പോയി എന്നല്ല. അഥവാ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ കരവരെ നടത്തിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലായി എന്നല്ല ദൈവം യോശുവയോട് പറയുന്നത്. മോശ മരിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയരെ, നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളോട് കൂടെ നിന്നവർ, സഹായിച്ചവർ, കരം തന്നവർ, നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞവർ, ശുശ്രൂഷയിലും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലുമൊക്കെ കൈത്താങ്ങായിരുന്നവർ, അഥവാ നിങ്ങൾ ഇതുവരെ എത്തുന്നതിന് കാരണമായി തീർന്ന പലരും അവരുടെ ആരോഗ്യവും പണവും സമയവുമൊക്കെ അതിനുവേണ്ടി അവർ പ്രയോജനപ്പെടുത്തി കാണും. എന്നാൽ യോർദാന്റെ മുൻപിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്ന്, അവരുടെ ശബ്ദമോ അവരുടെ സാന്നിധ്യമോ ഇല്ലാതെ ഭാരപ്പെട്ട് ആകുലതയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, എങ്ങനെ മുൻപിൽ നിൽക്കുന്ന മരണയോർദാനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഭയം ഹൃദയത്തിനകത്ത് കയറിയിരിക്കുന്നെങ്കിൽ, ഇനിയൊരു യാത്രയില്ല, ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന സാഹചര്യങ്ങൾ നിങ്ങളെ നോക്കി കൽപ്പിക്കുന്നെങ്കിൽ, സഹായിക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, വളർത്താൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല എന്ന ഭാരത്തോടെ നിരാശയോടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, കാരണമില്ലാതെ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ കുറ്റം പറഞ്ഞെങ്കിൽ, കൊണ്ടു നടന്നവർ ഉപേക്ഷിച്ചെങ്കിൽ,
എല്ലാവരും നിങ്ങളെ വിട്ടകന്ന് ഒറ്റപ്പെട്ടു പോയ നിലയിലാണെങ്കിൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അതുവരെയും കൈപിടിച്ച് നടത്തിയ മോശ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. യോശുവയോട് ദൈവം പറയുകയാണ്, മോശ മരിച്ചുപോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ തകർന്നു എന്നല്ല, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അവസാനിച്ചു എന്നുള്ളതല്ല. യോശുവയോട് പറയുകയാണ്, ആമേൻ, ആകയാൽ നിങ്ങൾ വരിക. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെടണം. ഇപ്പോൾ ഹൃദയത്തിൽ ഭാരത്തോടെ പ്രതിസന്ധികളുടെ മുൻപിൽ ഇരിക്കുന്ന ജനത്തോട് പറയുകയാണ്, ഒന്നാമത് നിങ്ങൾ പുറപ്പെടണം. നിശ്ചയമായിട്ടും നിന്നുപോയ ഇടങ്ങളിൽ നിന്ന് ദൈവം ഒരു പുറപ്പാടിനെ കൽപ്പിക്കുന്ന പ്രഭാതമായി തീരട്ടെ. പുറപ്പാടെന്ന് പറഞ്ഞാൽ അടുത്തതിലേക്ക്, മുൻപിലേക്ക് പോകുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഒന്ന്, ഈ ജനത്തോട് പറയുകയാണ്, മോശ മരിച്ചെങ്കിലും ദൈവം മരിച്ചിട്ടില്ല. മോശ നിങ്ങളോടൊപ്പം ഇല്ല എങ്കിലും നിങ്ങളുടെ വാഗ്ദത്തം തീർന്നു പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, അതുകൊണ്ട് നിരാശയും കണ്ണുനീരും കയ്പുമൊക്കെ മറന്നിട്ട് പുറപ്പെടുന്നതിന് വേണ്ടി തയ്യാറാകുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, സ്കൂളിൽ, കോളേജിൽ, ഭൗതിക ജീവിതത്തിൽ, കുടുംബത്തിനകത്ത് പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാകാം. സാഹചര്യം പ്രതികൂലമാകാം. എന്നാലും ആത്മിക ജീവിതത്തിൽ മുൻപിലേക്ക് പോകുവാൻ, അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ ഒരുപക്ഷെ ഭീതിപ്പെടുത്തുന്ന മരണയോർദ്ധാന്റെ മുൻപിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എന്നാലും ഭയപ്പെടാതെ കാലുകൾ മുൻപിലേക്ക് വയ്ക്കേണ്ടതിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, പുറപ്പെടുക. അടുത്ത പദം, യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. ആമേൻ. മരണയോർദാന്റെ ഇക്കരെ നിൽക്കുമ്പോൾ ദൈവം അവരെ ശക്തീകരിച്ചുകൊണ്ട് പറയുകയാ, കടന്നു പോകുക. എവിടോട്ട്? യോർദാന്റെ അക്കരെ. ചില യോർദാനെ തരണം ചെയ്യുവാൻ ദൈവം ചിലരെ ബലപ്പെടുത്തുന്ന, യോർദാനെ കീഴ്പ്പെടുത്തുവാൻ ചിലരെ ദൈവം ശക്തീകരിക്കുന്ന ദൈവകൃപയുടെ പ്രഭാതമായി തീരട്ടെ. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തരട്ടെ. ആമേൻ. മൂന്നാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ക്ഷീണിച്ച് യോർദാന്റെ കരയിൽ ഭാരത്തോടെ ഇരിക്കുന്ന ജനത്തോട് പറയുകയാ, ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ല, ദേ അപ്പുറത്തുള്ള വാഗ്ദത്ത ദേശം, പാലും തേനും ഒഴുകുന്ന കനാന്റെ നന്മകൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആമേൻ. മുൻപിലേക്ക് പോകുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, മുൻപിലേക്ക് പോകുവാൻ അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് യോശുവയോട് ദൈവം പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ആലോചനയാണ് ഈ പ്രഭാതത്തിൽ നാം കേട്ടത്. നിശ്ചയമായിട്ടും ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പില്ലാതെ മുൻപിലേക്ക് എങ്ങനെ പോകുമെന്ന് നിരാശയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഞാൻ ഒന്ന് പറഞ്ഞത്, മോശ മരിച്ചുപോയി, പക്ഷെ വാഗ്ദത്തങ്ങൾ മരിച്ചിട്ടില്ല. മോശ അവരുടെ മുൻപിൽ നിന്ന് എടുക്കപ്പെട്ടു, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ തീർന്നു പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ജനത്തെ കൂട്ടിക്കൊണ്ട് പുറപ്പെടുന്നതിന് വേണ്ടി ദൈവം ആവശ്യപ്പെടുകയാണ്. ഇന്ന് പകൽ നിരാശകൾ മാറ്റിവെച്ച്, പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ മാറ്റിവെച്ച് ആത്മിക ശുശ്രൂഷയിൽ, ഭൗതിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ മാറ്റി മുൻപിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ ബലപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, മുൻപോട്ട് പുറപ്പെടുക. മൂന്നാമത്തെ കാര്യം, യോർദാൻ അക്കരെ ആമേൻ
കടക്കുവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധികളെ കടക്കുവാൻ, ഈ പ്രശ്നങ്ങളെ കടക്കുവാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിക്കും. ആമേൻ. അടുത്തെഴുതിയിരിക്കുന്നത്, ഞാൻ മോശയോട് കൽപ്പിച്ചത് മറന്നിട്ടില്ല. ദൈവമാ ദൂതുകളെ, ദൈവമാ ആലോചനകളെ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് അല്ല, കഴിഞ്ഞ വർഷം നമ്മോട് അരുളി ചെയ്തത്, നാം രക്ഷിക്കപ്പെട്ട നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിച്ച ദൈവത്തിന്റെ ആലോചനകൾ മറന്നുപോകാതെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകത്തക്ക നിലയിൽ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടട്ടെ. തിരുവചനം പറയുന്നു, ചിലത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന അത്ഭുതത്തിന്റെ പ്രഭാതമായി തീരട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുവചനം ആശ്വാസമായും വിടുതലായും തീരട്ടെ. പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രഭാതമന്ന നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരും തിരുവചനം കേട്ട് ഓരോ പ്രഭാതത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.